നമസ്കാരം. നൈപുണ്യ IAS അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കറണ്ട് അഫയേഴ്സിൽ വന്ന കുറച്ച് പ്ലേസസ് ന്യൂസിനെ പറ്റിയാണ്. നമുക്ക് ആദ്യത്തെ പ്ലേസ് നോക്കാം. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആണ് ന്യൂസിൽ വരാനുള്ള റീസൺ. അവിടെ 2 ഓയിൽ ഷിപ്സ് കൊളൈഡ് ചെയ്തു. നമുക്ക് ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇറാന്റെയും അറേബ്യൻ പെനിൻസുലന്റെയും ബിറ്റ്വീനിലുള്ള ഒരു മെറിടൈം ചോക്ക് പോയിന്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ ബോർഡർ ചെയ്യുന്ന വാട്ടർ ബോഡീസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റിൽ പേർഷ്യൻ ഗൾഫ് ആൻഡ് ഈസ്റ്റിൽ ഗൾഫ് ഓഫ് ഒമാൻ ആണ്. ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ പിന്നീട് അറേബ്യൻ സീയിലേട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ബോർഡറിംഗ് നേഷൻസ് നമുക്ക് നോക്കാം. ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ ആണ് ബോർഡറിംഗ് നേഷൻസ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ചോക്ക് പോയിന്റിൽ 3 ഐലൻഡ്സ് പ്രസന്റ് ആണ്. നെയിംലി ക്വസിം, ഹോർമൂസ് ആൻഡ് ഹെൻഗം ഐലൻഡ്സ്. സ്ട്രാറ്റജിക്കലി ആൻഡ് മെറിടൈം ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ എൻറ്റയർ വേൾഡിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീജിയൻ ആണിത്. അതായത് വേൾഡ് വൈഡ് ട്രേഡിലെ 20% ഓഫ് ഗ്ലോബൽ ഓയിൽ ട്രേഡും 30% ഓഫ് ഗ്ലോബൽ LNG ട്രേഡും നടക്കുന്ന ഒരു റൂട്ടാണിത്. ആൻഡ് ഇന്ത്യ ആയിട്ടുള്ള കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ഈ ഒരു സ്ട്രൈറ്റിൽ കൂടി പോകുന്ന ഇന്ത്യൻ ഷിപ്സിനെ അക്കമ്പനി ചെയ്യാനും മെറിടൈം സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ കണ്ടക്ട് ചെയ്ത ഒരു മിഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇന്ത്യയുടെ 85% ഓഫ് ക്രൂഡ് ഓയിലും 50% ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ട്രേഡും നടക്കുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആസ് എ നേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീ റൂട്ടാണിത്. നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ആൻഡ് ആൻസേഴ്സ് കമന്റ് സെക്ഷനിൽ ഇടുക. നെക്സ്റ്റ് പ്ലേസ് നോക്കാം. കേർച്ച് സ്ട്രൈറ്റ് ആണ് ന്യൂസിൽ വരാനുള്ള റീസൺ. ഒരു അണ്ടർ വാട്ടർ എക്സ്പ്ലോഷൻ നടന്നായിരുന്നു ആൻഡ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉക്രൈൻ ഏറ്റെടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ നോക്കാം. നമുക്ക് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സീ ഓഫ് അസോവിന്റെയും ബ്ലാക്ക് സീന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരേ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ്. ആൻഡ് ഒരേ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെയും കൂടുകയാണ്. ബോർഡറിംഗ് നേഷൻസ് നോക്കാം. ക്രൈമിയയുടെ കേർച്ച് പെനിൻസുലയാണ് വെസ്റ്റിലുള്ളത് ആൻഡ് റഷ്യയുടെ തമാർ പെനിൻസുലയാണ് ഈസ്റ്റിലുള്ളത്. ബോർഡറിംഗ് നേഷൻസ് നോക്കിയാൽ ഉക്രൈൻ ആൻഡ് റഷ്യ ആണ്. റീസെന്റ് ഒരു 2.5 years ആയിട്ട് ഈ ഒരു 2 കൺട്രീസ് തമ്മിൽ വാർ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും നടക്കുന്നത് ഈ ഒരു റൂട്ടിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് പിന്നീട് നമ്മൾ UPSC ആസ്പിറൻസ് എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു റൂട്ടിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേർച്ച് സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കേർച്ച് സ്ട്രൈറ്റിന്റെ മേജർ പോർട്സ് സ്ഥിതി ചെയ്യുന്നതും കേർച്ച് സിറ്റിയിലാണ്. ആൻഡ് കേർച്ച് സിറ്റിയിൽ തന്നെ അഥവാ കേർച്ച് പെനിൻസുലയിലാണ് ക്രിമിയ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 2018 ക്രിമിയ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. ആൻഡ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് റഷ്യയാണ്. അതിന്റെ റീസൺ നമുക്ക് നോക്കാം. കാരണം 2014 ക്രൈമിയ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ അല്ലെങ്കിൽ കേർച്ച് പെനിൻസുല എന്ന് പറയുന്ന റീജിയൻ ഉക്രൈന്റെ കയ്യിൽ നിന്ന് റഷ്യ അനക്സ് ചെയ്തായിരുന്നു. അതിനുശേഷം റഷ്യയും ക്രൈമിയയും വേണ്ടി ലിങ്ക് ചെയ്യുന്നതിനാണ് ഈ ഒരു പർട്ടിക്കുലർ ക്രൈമിയ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ യൂറോപ്പ്. 19 kilometers ആണ് ഇതിന്റെ ലെങ്ത്. വേറെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2 കൺട്രീസിന്റെയും ഓൾമോസ്റ്റ് മേജർ ട്രേഡ്സ് എല്ലാം നടക്കുന്ന ഒരു റീജിയൻ ആണിത്. ആൻഡ് വാർ സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക ആൻഡ് ആൻസർ കമന്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു.